വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് 2025 ഡിസംബർ മാസം 1-ാം തീയതി. കഴിഞ്ഞ 11 മാസക്കാലം ദൈവം നമ്മെ അതിശയകരമായി നടത്തി. എന്നാൽ ഇന്ന് മുതൽ പിന്നെയും ചില പുത്തൻ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്നു. യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട് സഖരിയ പ്രവചനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ, നിങ്ങളുടെ ഇനിയുള്ള കാലം മുമ്പിലത്തെ പോലെയല്ല, പിന്നെയും ഞാൻ നിങ്ങളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇസ്രായേലിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം രാവിലെ സമയം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ്. ഇനിയും നിങ്ങളൊരു ശാപമല്ല, ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. വിത സമാധാനത്തോടെ ആയിരിക്കും, മുന്തിരിവള്ളി ഫലം കായ്ക്കും, ആകാശം മഞ്ഞു പെയ്യ്ക്കും, ഭൂമി അനുഭവം നൽകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നു മുതൽ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഗ്രഹം. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് നിങ്ങളുടെ ശാപങ്ങളെ മാറി ഞാൻ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോകുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, ഭയപ്പെടരുത്. ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ അറിയാതെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഇസ്രായേൽ ജനം ശാപമായി തീർന്നപ്പോൾ പിന്നത്തേതിൽ ശേഷിക്കപ്പെടുന്ന ജനത്തോട് ഇനിയും വരുവാനിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. ഞാൻ നിങ്ങളുടെ ശാപത്തെ മാറ്റി നിങ്ങളെ അനുഗ്രഹമാക്കും. രാവിലെ സമയം കർത്താവിനെ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ദൈവഭക്തന്മാർക്ക് ഇത് ബാധകമാണ്. കഴിഞ്ഞ നാളുകളിൽ പ്രതികൂലങ്ങളിൽ കൂടെ, പ്രതിസന്ധികളിൽ കൂടെ, വേദനകളിൽ കൂടെ, ബുദ്ധിമുട്ടുകളിൽ കൂടെ, ഞെരുക്കങ്ങളിൽ കൂടെ നാം കടന്നുപോയോ? ദൈവം പറയുന്നു, ഇനിയും നിങ്ങളുടെ ശാപത്തിന്റെ അവസ്ഥ മാറി ഞാൻ നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നടത്തും. ഈ പുതിയ മാസം ഒരു അനുഗ്രഹത്തിന്റെ മാസമായി മാറുകയാണ്. പുതിയ സംവത്സരത്തിലേക്ക് നാം കാലുകുത്തുമ്പോൾ വിത സമാധാനത്തോടെ നടക്കട്ടെ. ഭൂമി അതിന്റെ അനുഭവം നൽകട്ടെ. മഞ്ഞ പെയ്യപ്പെടും, ഭൂമി അനുഭവം നൽകിത്തരും. വിധ സമാധാനത്തോടെ നടക്കും. ഇനിയും നമ്മളുടെ ശാപം മാറി നാം ഒരനുഗ്രഹത്തിലേക്ക് നടത്തപ്പെടാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് രാവിലെ സമയം നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, ഈ ക്രിസ്തുവിൽ ആശ്രയിക്കുക. ഈ ദൈവം തന്നെ നമ്മുടെ ആശ്രയമായിരിക്കട്ടെ. വലിയവനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരായ നമ്മുടെ ജീവിതത്തിൽ ഇതാ ഒരു പുതിയ അനുഗ്രഹം ദൈവം രാവിലെ സമയം വാഗ്ദാനം ചെയ്തു. പ്രാപിക്കാം. ആമേൻ.